നമ്മുടെയൊക്കെ ഉള്ളിലെ ദൈവത്തിന്റെ പ്രസാദമാണ് മുഖത്ത് തെളിയുന്ന ഈ ചിരി. ദൈവം ഒരുപാട് പേർക്ക് ഫ്രീ ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രസാദമാണ്. നമ്മൾ ചിരിക്കാതിരുന്ന വേസ്റ്റ് ആയി പോകുന്നു. അതുകൊണ്ട് കുട്ടിക്ക് പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് ശ്രമിച്ചോ. പ്ലീസ് ട്രൈ ടു സ്മൈൽ അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ദൈവത്തിന്റെ പ്രസാദമാണ്, അതുകൊണ്ടാണ്. ദുർഗന്റെ ചിരി ഭയങ്കര ക്യൂട്ടാന്നൊരു എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഈ ചിരിക്ക് വേണ്ടി എന്തെങ്കിലും? ചിരിക്ക് ഞാനും മരുന്ന് കഴിക്കുന്നുണ്ട്, രാവിലെയും വൈകുന്നേരം. മുടക്കാൻ ഹോമിയോ ആണ് ആക്ച്വലി. ഈ ചിരി പണ്ട് ക്യൂട്ട് ആവാതെ പോകാൻ ഒരു പോസിബിൾ ഉണ്ടായിരുന്നു. ഒന്ന് പിന്നെ ഞാൻ മറ്റേ ക്ലിപ്പൊക്കെ ഇട്ട് ശരിയാക്കിയതാണ്. പക്ഷേ അതിന് മുമ്പ് ഒരാവശ്യമില്ലാതെ ഒരു പല്ല് എനിക്ക് ഇവിടെ ആട്ടെ മൂടങ്ങാണ്ട്. പക്ഷേ ഇവരായിട്ടൊരു ബന്ധമില്ല. ഈ നമ്മുടെ ഒരു റോ ഓഫ് ടീത്ത് ആയിട്ട് ഒരു കണക്ഷൻ ചിലപ്പോൾ മുകളിൽ നിന്നൊക്കെ വരുമല്ലേ, അങ്ങനെ ഒരു പല്ല് വന്നു. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പല്ലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ മാമച്ചി, എൻ്റെ മദറിൻ്റെ ബ്രദറിന്, ഒരു ബ്രദറുള്ളൂ മദറിന്, എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കാണാം. അത് വരയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ കാറ് അപ്രീഷിയേറ്റ് ചെയ്യണം. എൻ്റെ അന്നത്തെ തൊട്ടൊക്കെ അന്നേ കുറച്ച് എൻകറേജ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളിതുപോലെ ഈ സിനിമ ഫൈറ്റ് വെറുതെ കളിച്ചപ്പോഴത്തേക്കും അറിയാതെ ഒന്ന് കൊണ്ട് ഈ പല്ലിട്ട് ഇടിയിട്ട് ഈ പല്ലപ്പോഴത്തേക്കും ബ്രേക്ക് ഓഫ് ആയി. അത് ഫുൾ ഞങ്ങൾക്ക് നിറച്ച് ചോരയൊക്കെ. അപ്പം മാമച്ചി ആകെ കാണുന്നത് ഇടിച്ചു, ബ്ലീഡിങ്, ഞാൻ ഫുൾ ടെൻഷൻ. പിന്നെ ഫുള്ളി ടെൻഷനായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ നേരെ ഓടിച്ച് കണ്ണടി ചെന്നിട്ട് ഈ സാധനം പോയതുകൊണ്ടപ്പോൾ ഞാൻ ഫുൾ നമ്മുടെ ഹാപ്പി ഡാൻസ്. പല്ല് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ നീ എന്താ ചിരിക്കണം, നിനക്ക് പല്ല് പോയിട്ട് നിനക്ക് വേറെ എടുത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ. ഞാൻ പറഞ്ഞു ആ വൃത്തിയായിട്ട് പല്ല് പോയി കിട്ടില്ല, താങ്ക് യു. ഇനി ചിലപ്പോൾ അന്നായിരിക്കും ഹാപ്പി ഡാൻസ് ജനിച്ചത്. അത്